കാട്ടാനയും കാട്ടുപന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും ജനങ്ങൾക്ക് ഉറപ്പു നൽകിയ പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. ഉപജീവനമാർഗമായ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി ഉപ്പുതറ പാലക്കാവ് നിവാസികൾ. കാട്ടാന ആക്രമണം രൂക്ഷമായതോടെ നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു, നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങൾ സന്ദീപ് രാജാക്കാട് പറയും. ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലാകെ വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഈ ഉപ്പുതറ പഞ്ചായത്തിലെ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ വരുന്ന ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു മേഖലയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ട് നടപടികളൊന്നും ആയിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ ഒരു നടപടിക്രമങ്ങളായിട്ടില്ല. റേഞ്ച് ഓഫീസറിൽ ഞങ്ങൾ പോയി നാട്ടുകാർ മുഴുവൻ പോയി സമരം നടത്തിയതാണ്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ ബെൻസിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ റേഞ്ച് തീർക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ അതിന് യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് വീണ്ടും കാട്ടാനശല്യങ്ങളും അതുപോലെ തന്നെ പന്നിശല്യമായിട്ടും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനം പോയിട്ട് ഒരു സാധനം നമുക്ക് കിട്ടുകയില്ല. എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തിന് ഇതിന് ശക്തമായൊരു നടപടിക്രമം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. ഈ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ ഈ നാട്ടുകാർ ചേർന്ന് ഉപരോധമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നത്. പക്ഷേ അതൊന്നും ശാശ്വതമായി ഇല്ലെങ്കിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. നമ്മുടെ പറമ്പിൽ ഇന്നലെ ആന വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആനശല്യം ഉണ്ടായിരുന്നു. നല്ല മഴയായത് കാരണം നമുക്ക് ആന കയറി വരുന്നത് അറിയത്തില്ല. എന്തെങ്കിലും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയാൽ തന്നെ കറണ്ടിൻ്റെ വെട്ടത്തിൻ്റെ നല്ല പരിമിതിയുണ്ട്. ഒരു മഴ പെയ്താൽ ഉടനെ കറണ്ട് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ ആന വന്നാൽ നോക്കാനായിട്ട് 2 വാച്ചർമാരെ ഇട്ടേക്കുന്നുള്ളൂ. അവരുടെ കയ്യിലാണെങ്കിൽ തന്നെ വേണ്ടത്ര പടക്കവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒച്ച കേട്ട ഉള്ള പടക്കം വെച്ച് പൊട്ടിച്ച് ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നലെ ആണെങ്കിലും 11 മണി വരെ അവർ നോക്കിയെങ്കിലും ആന താഴ്ഭാഗത്ത് കയറി വന്നിട്ടുണ്ട്. ആന വന്നാൽ അന്വേഷിക്കാൻ 2 വാച്ചർമാരെ വെച്ചേക്കുന്നത്. അത് മാത്രമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആന ഉണ്ടോ എന്നറിയാനായിട്ട് ആർക്കെങ്കിലും സ്ഥിര നിയമനം കൊടുത്ത് ആന വരാതിരിക്കാനുള്ള മറ്റു നടപടികളും കൂടെ സ്വീകരിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് കാര്യം ഉണ്ടാകുന്നുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ആന വരുമ്പോൾ ഇവർ വിവരമറിയിക്കുമ്പോൾ വാച്ചർമാർ എത്തുക ഇല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുക എന്നുള്ളതല്ല, മറിച്ച് ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ജനങ്ങൾക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്. എനിക്ക് എങ്ങനെയാണ് പകലൊക്കെ ഈ കാട്ടാനശല്യം ഉണ്ടോ? ഇറങ്ങി നടക്കാനൊക്കെ ബുദ്ധിമുട്ട്? പറമ്പിൽ ഇറങ്ങി നടക്കാൻ നമുക്ക് പേടിയാണ്. ആന ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരല്ലേ. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ ഇവരുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. കാരണം ഒന്ന്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കൃഷിയിടത്തിൽ കൃഷിജോലികൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതി കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ വനംവകുപ്പ് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുവാനാണ് നാട്ടുകാർ ഒന്നടങ്കം എടുത്തിട്ടുള്ള തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.